ഗുഡ് ഈവനിംഗ് ഡേസ് ആൻഡ് ഇൻവെസ്റ്റേഴ്സ് സിയാത്തിലിക്കൽ എല്ലാ ദിവസവും വൈകിട്ടുള്ള പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് കിടക്കാം. നിഫ്റ്റി ഇങ്ങനെ വലിയ വോളറ്റൈൽ മാർക്കറ്റാണ് ഉള്ളത്. നമ്മുടെ മാർക്കറ്റ് മാത്രമല്ല, എൻറ്റയർ ഗ്ലോബൽ മാർക്കറ്റും വോളറ്റൈൽ സെക്ഷനാണ്. ഈ ഇറാൻ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ന്യൂസുകൾ, ട്രംപ് നടത്തുന്ന പ്രസ്താവനകൾ, അവിടുത്തെ വൈസ് പ്രസിഡൻറ്റ് JD വാൻസ് നടത്തുന്ന പ്രസ്താവനകൾ, ഇതിനിടയിൽ പുടിൻ നടത്തുന്ന പല പ്രസ്താവനകൾ. പുടിൻ ഈ യുദ്ധത്തിന് വിരുദ്ധമായിട്ടല്ല, ഇത് ചർച്ച ചെയ്യാൻ തയ്യാറാണെന്നുള്ള ഒരു പ്രസ്താവന. ഓൾറെഡി തന്നെ പാകിസ്ഥാൻ ചർച്ച ചെയ്യാൻ തയ്യാറായിട്ട് മുൻപന്തിയിലുണ്ട്. ഇതിനിടെ ഈ ചൈനീസ് രാജ്യം സന്ദർശിക്കാൻ US പ്രസിഡൻറ്റും അതിനുശേഷം റഷ്യൻ പ്രസിഡൻറ്റും പോകുന്നത്, ഇതെല്ലാം തന്നെ ഗ്ലോബലി വലിയ തോതിൽ ആളുകൾ ആശങ്കയോടെ നോക്കി കാണുന്ന ഒരു കാര്യമാണ്. കാരണം റഷ്യയും ചൈനയും ഒന്നിച്ചാൽ വലിയൊരു ശക്തിയാവും. അതിൻ്റെ ഒരു സൂചനകളെല്ലാം തന്നെ പുടിൻ നൽകിയിരുന്നു. അതൊക്കെയാണ് ഇപ്പോൾ നടക്കുന്ന ഗ്ലോബൽ കാര്യങ്ങൾ. ഇതൊക്കെ നമ്മളെ ബാധിക്കുന്നുണ്ട്, നമ്മളെ മാർക്കറ്റിനെ ബാധിക്കുന്നുണ്ട്, നമ്മളുടെ ഇൻവെസ്റ്റ്മെൻറ്റിനെ ബാധിക്കുന്നുണ്ട്. എന്തിനു പറയുന്ന ഒരു ഓപ്ഷൻ ബൈ ചെയ്ത ഒരാളെപ്പോലും ബാധിക്കുന്നുണ്ട് ഈ വക കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ഈ ഗ്ലോബലി നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് നല്ല രീതിയിൽ അവയർനെസ് ആകണം. മാർക്കറ്റിലേക്ക് വരുമ്പോൾ നിഫ്റ്റി സെൻസെക്സും ഇന്ന് കഴിഞ്ഞ ദിവസത്തിലെ പോലെ തന്നെ ഒരു ഡേ ലോയിൽ നിന്ന് തിരിച്ചു കയറി. ഇന്നും വലിയൊരു ഗ്യാപ്പ് ഡൗണിന് ശേഷമാണ് മാർക്കറ്റ് തിരികെ കയറിയിട്ടുള്ളത്. സെൻസെക്സ് 118 പോയിൻറ്റ്, 75,318 സെൻസെക്സ് മൂവ് ചെയ്തത്. നിഫ്റ്റി 41 പോയിൻറ്റ് ലോയിൽ നിന്നാണ് തിരിച്ചു കയറിയത്. നിഫ്റ്റി 23,653 നിഫ്റ്റിയുടെ സ്പോട്ടുള്ളത്. നിഫ്റ്റി ബാങ്കും ഇന്ന് റാലി ചെയ്യാൻ മടി കാണിച്ചില്ല. 153 പോയിൻറ്റിൻ്റെ ഒരു മൂവ്മെൻ്റ് ഉണ്ടായി. 53,562 നിഫ്റ്റി ബാങ്കിൻ്റെ സ്പോട്ടുള്ളത്. റിലയൻസും ഹിൻഡൽകോയും ആക്സിസ് ബാങ്കും മഹേന്ദ്രയും എല്ലാം തന്നെ ടോപ്പ് നിഫ്റ്റിയിൽ കോൺട്രിബ്യൂഷൻ നടത്തി. സെൻസെക്സിൽ നിന്ന് റിലയൻസും ബജാജ് ഓട്ടോയും വിപ്രോയും ഗ്രാസിം ഇൻഡസ്ട്രീസും മഹേന്ദ്രയും തുടങ്ങിയ കമ്പനീസ് പോസിറ്റീവിൽ ക്ലോസ് ചെയ്തു. ഇനി മിഡ് ക്യാപ്പിൽ നോക്കുകയാണെങ്കിൽ ഈ PI ഇൻഡസ്ട്രീസ് എല്ലാം തന്നെ 7% ഒരു ഇടിവ് രേഖപ്പെടുത്തി. Zee എൻ്റർടൈൻമെൻറ്റ് റിസൾട്ട് മോശമാണ്, അതിനുശേഷം ഒരു 6% ഒരു ഫോള് രേഖപ്പെടുത്തി. ഗ്ലോബൽ മാർക്കറ്റ് നമുക്കൊന്ന് കണ്ടുവരുമ്പോൾ ഗ്ലോബൽ മാർക്കറ്റിലെ ഏറ്റവും താഴെ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന 3 യൂറോപ്യൻ മാർക്കറ്റും പ്ലസ് ആണ്. ഇന്ത്യ വിക്സ് ഇന്ന് ക്രാഷ് ചെയ്തു. 1.9% ക്രാഷ് ചെയ്തു. ജപ്പാൻ കൊറിയ മാർക്കറ്റുകൾ നെഗറ്റീവിൽ ക്ലോസ് ചെയ്തു. ഓസ്ട്രേലിയ 1.2% ഫോളോ ചെയ്തു. നാസ്ഡാക്ക് ഫ്യൂച്ചറും ഡോ ഫ്യൂച്ചറും എല്ലാം തന്നെ പോസിറ്റീവാണ്. ഏറ്റവും ടോപ്പിലേക്ക് പോകുകയാണെങ്കിൽ ഗോൾഡ് 4,494, സിൽവർ 75, ബിറ്റ്കോയിൻ 77,617, ബ്രന്റ് ഓയിൽ 4% ഇടിഞ്ഞ് 108. നാച്ചുറൽ ഗ്യാസ് എന്നാൽ 3 തന്നെ നിലകൊള്ളുകയാണ്. അപ്പോൾ ബ്രന്റ് ഓയിലും ഇനിയിപ്പോൾ ഇന്ത്യൻ റുപ്പീസ് ഓൾ ടൈം ലോയാണ്. ബ്രന്റ് ഓയിൽ 100 മുകളിലാണ്. ഈ ഒരു സാഹചര്യത്തിൽ പോലും ഇന്ത്യൻ മാർക്കറ്റ് ഇടിയുന്നില്ല, കയറുന്നില്ല എന്ന് വേറെ കാര്യം, പക്ഷേ ഇടിയുന്നില്ലല്ലോ. ഇന്ത്യൻ റുപ്പീസ് ഓൾ ടൈം ലോ ആകുമ്പോഴും, അല്ലെങ്കിൽ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ക്രൂഡ് ഉപഭോഗം ചെയ്യുന്ന രണ്ടാമത്തെ രാജ്യം എന്ന നിലയിൽ ഇന്ത്യയിലേക്ക് വലിയ ആഘാതമാകുമെന്നുള്ള രീതിയിൽ IMF പോലെ, ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട് വരെ, അല്ലെങ്കിൽ നമ്മുടെ പ്രൈം മിനിസ്റ്റർ ഈ വളരെ കരുതലോടെ നമ്മൾ ഓരോ പൈസയും സ്പെൻഡ് ചെയ്യണം എന്നുള്ള രീതിയിൽ തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. കാരണം വർക്ക് ഫ്രം ഹോം, ഗോൾഡ് വാങ്ങുന്നതിൽ നിരുത്സാഹപ്പെടുത്തുന്നത്, ഇതെല്ലാം തന്നെ ചെയ്തിട്ട് പോലും മാർക്കറ്റിൽ ഒരു പൊട്ടൽ, അതായത് പല ആളുകളും പറയുന്ന പോലെ 20,000-ലേക്കോ ആ റേഞ്ചിലേക്കൊന്നും പോകുന്നില്ലല്ലോ. ഇപ്പോഴും ബലത്തോടെ പിടിച്ചു നിൽക്കുന്നുണ്ട്. സെയിം ടൈം FISൻ്റെ ഭാഗത്തുനിന്നുള്ള യാതൊരു കോൺട്രിബ്യൂഷനും ഇല്ല, അത് നമുക്കറിയാം. ഇനി നമുക്ക് നേരെ സ്റ്റോക്കുകളിലെ കുറച്ച് വാർത്തകളിലേക്ക് പോകാം. ബൈസൽ റെക്കമെൻഡേഷൻ അല്ല. ഈ വരുന്ന 30-31 കോഴിക്കോട് ക്ലാസ് ഉണ്ട്, കൊച്ചിയിൽ ക്ലാസ് ഉണ്ട്. ഈ പല ആളുകളും ട്രേഡിങ് പഠിക്കാനായിട്ട് എൻജിനീയറിംഗ് പഠിക്കുന്ന ഫീസാണ് കൊടുക്കുന്നത്. അതിൻ്റെ കാര്യമൊന്നും ആവശ്യമില്ല, കുറഞ്ഞ ചിലവിൽ നമുക്ക് പഠിക്കാം. ഫസ്റ്റ് കമ്പനിയിൽ നമ്പർ ഉണ്ട്, താല്പര്യമുള്ള ആളുകൾക്ക് കോൺടാക്ട് ചെയ്യാം. സ്റ്റോക്കിൻ്റെ വാർത്തയിലേക്ക് പോകുമ്പോൾ ജുബിലൻറ്റ് ഫുഡ് ഡൊമിനോസ് പിസയുടെ പ്രൊമോട്ടേഴ്സ് നെറ്റ് പ്രോഫിറ്റ് 48 നിന്ന് 80 കോടി രൂപയിലേക്ക് ഉയർന്നു. റവന്യൂവും ഉയർന്നു. സംഘി മൂവേഴ്സ് കമ്പനി നെറ്റ് പ്രോഫിറ്റ് 53 നിന്ന് 68 കോടി രൂപയിലേക്ക് ഉയർന്നു. റവന്യൂവും 270 നിന്ന് 350 കോടി രൂപയിലേക്ക് ഉയർന്നു. ഒല ഇലക്ട്രിക്കൽ നെറ്റ് ലോസാണ് കമ്പനി ഉള്ളത്, പക്ഷേ ലോസ് കുറച്ച് കൊണ്ടുവന്നു. 900 കോടി രൂപയിൽ നിന്ന് 500 കോടി രൂപ ലോസ് കുറച്ചിട്ടുണ്ട്. ലെൻസ്കാർട്ട് ഇത്തവണ പ്രോഫിറ്റിൽ ചെറിയൊരു കുറവുണ്ടായി. 220 നിന്ന് 200 കോടി രൂപയിലേക്ക് കുറഞ്ഞു പ്രോഫിറ്റ്. ബൊറോസൽ കമ്പനി ഇവർ 87 കോടി രൂപയിൽ നിന്ന് 27 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഒന്ന് കുറഞ്ഞു. 8 കോടി രൂപയിൽ നിന്ന് 27 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് കൂടിയിട്ടോ. ബോറോസൽ കമ്പനി ഇന്ന് 19% റാലിയും ബോറോസൽ നടത്തിയിരുന്നു. ഐറിസ് ലൈഫ് സയൻസ് കമ്പനി 93 കോടി രൂപയിൽ നിന്ന് 280 കോടി രൂപയിലേക്ക് ഉയർന്നു. സ്റ്റോക്ക് ഇന്ന് 10% കയറി.
ഗ്രാസിം ഇൻഡസ്ട്രീസ് പ്രോഫിറ്റ് 31% വർദ്ധിച്ചു. IOL കെമിക്കൽ കമ്പനി നെറ്റ് പ്രോഫിറ്റ് 31 നിന്ന് 53 കോടി രൂപയിലേക്ക് ഉയർന്നു. സ്റ്റോക്കിൽ നിന്ന് 9% സ്പൈക്ക് ചെയ്തു. സംബന്ധന മദേഴ്സൺ കമ്പനി അവർ 1050 കോടി രൂപയിൽ നിന്ന് 1500 കോടി രൂപയിലേക്ക് ഉയർന്നു. IRB ഇൻഫ്ര IRB ഇൻഫ്രയുടെ എബിറ്റയാണ് എടുത്തിട്ടുള്ളത്, നെറ്റ് പ്രോഫിറ്റ് അല്ല. 998 നിന്ന് 1080 കോടി രൂപയിലേക്ക് ഉയർന്നു. ഭാരത് ഇലക്ട്രോണിക്സ് കമ്പനി നെറ്റ് പ്രോഫിറ്റ് 5% വർദ്ധിച്ചു. കമ്പനി 55 പൈസ ഡിവിഡൻഡ് പ്രഖ്യാപിച്ചു എന്നതാണ് ഇപ്പോഴുള്ള ന്യൂസുകൾ. അപ്പോൾ നമുക്ക് നാളെ രാവിലെ പ്രീ മാർക്കറ്റ് സെഷനിൽ കാണാം. എല്ലാവർക്കും ശുഭരാത്രി. താങ്ക് യു.